ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എന്നും ഒരേപോലെ നമുക്ക് രാവിലെ എണീക്കാനോ അല്ലെങ്കിൽ ജോലികൾ സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലേ. ചില ദിവസങ്ങൾ അസുഖമായിരിക്കും, ചില ദിവസങ്ങൾ നമ്മൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ മടി ഉണ്ടാവും. അങ്ങനെ പല പല രീതിയിലായിരിക്കും നമുക്ക് ചില ദിവസങ്ങളിലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒന്ന് കുറച്ച് വൈകി എണീറ്റിട്ടുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് പോകാനുള്ള ദിവസം, അങ്ങനെയൊക്കെ ചെയ്യുള്ള ദിവസങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ ജോലികൾ തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുന്ന കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ഒരു കറിയൊന്നും ഇല്ലാതെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന 2 ഐറ്റമാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചും കാണിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരു ഫങ്ഷനുള്ള ദിവസമാണ്. വൈകുന്നേരം ഒരു നമ്മൾ നിശ്ചയം മിഠായി എടുക്കലൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാനുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റ് നോക്കിയപ്പോൾ എനിക്ക് നല്ല മടിയുണ്ട് കേട്ടോ. രാവിലെ എന്നും ചെയ്യണ പോലെ രാവിലെ എണീക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നൊരു മടി പിടിക്കും. അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. രാവിലെ നമ്മൾ കയറുന്ന ടൈമിൽ തന്നെ കിച്ചണിൽ കയറണം. അപ്പോൾ കിച്ചണിൽ കയറാനൊന്നും തോന്നണില്ല കേട്ടോ. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാനിതാ മുകളിൽ വന്നിട്ട് ഞാൻ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു മഴ ആസ്വദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ട് ഒരു കുറച്ച് നേരം എനിക്കിങ്ങനെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ ബാൽക്കണിയിൽ വന്നിരിക്കലുണ്ട്. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ അല്ലേ. മടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ മടി മാറ്റം എങ്ങനെയൊക്കെയാണ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കൂട്ടോ. എന്നിട്ട് ഞാൻ ഇനി എൻ്റെ പണിയൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കൊക്കെ നോക്കി നമ്മളുടെ പച്ചപ്പും കാര്യങ്ങളും മഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മടി കണ്ട് മാറിക്കിട്ടും എനിക്ക്. പിന്നെ നല്ല ആക്റ്റീവ് ആവട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ക്ലീനിങ് ചെയ്യണം, ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കൽ. പിന്നെ വൈകുന്നേരം നമ്മൾ ഫങ്ഷനും കൂടിയുള്ള കാരണം നല്ല ഹെവി ആയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ സിമ്പിളാക്കിയിട്ട് തന്നെ ഞാൻ കഴിക്കുള്ളൂ. ഏതായാലും മുകളിൽ കയറിയതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ കുട്ടികൾ എണീറ്റിട്ടില്ല. താഴത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വിരിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അതൊരു നല്ലതാട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുട്ടികളുടെയായാലും അത് അവരോട് തന്നെ നമുക്കൊന്നുകൊണ്ട് റെഡിയാക്കിയിട്ട് എണീക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് അവിടെ എടുക്കും. പിന്നെ ഇത് മുകളിൽ ആരും അങ്ങനെ കിടക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കാത്തതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങണം ഇനി ചെയ്യുന്നത്. അടിച്ചു വാരാനൊന്നുമില്ല ഇന്ന്. 1.5 വടം വിട്ടിട്ടൊക്കെ ഞാൻ മുകളിൽ അടിച്ചു വരുള്ളൂ. പിന്നെ ആഴ്ചയിലൊരു ദിവസമേ തുടക്കലുള്ളൂ. നേരം വൈകി എണീറ്റതാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ ഇത്. സിറ്റ് ഔട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ കയറി വരണമെന്നുണ്ടെങ്കിലും അപ്പോൾ സിറ്റ് ഔട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് നല്ല വൃത്തി ഉണ്ടാവുമെന്ന് അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ സിറ്റ് ഔട്ടും നമ്മളെ മുറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കിയിടണം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നമ്മൾ ഇപ്പോൾ മഴക്കാലം കൂടി ആയപ്പോൾ പ്രത്യേകിച്ച് ചെയ്യൂട്ടോ. അങ്ങനെ ഓപ്പണ് സിറ്റ് ഔട്ടായ കാരണം കൊണ്ട് ഞാൻ അങ്ങനെയാണ് തുടച്ചെടുക്കൽ. മഫായിട്ട് വെച്ചിട്ടല്ല തുടക്കൽ. അപ്പോൾ നമ്മൾ തിണ്ടും നമ്മളിരിക്കണ കാര്യങ്ങളും അല്ലെങ്കിൽ നിലമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനമാണ്. പിന്നെ മുറ്റത്ത് എന്തെങ്കിലും ഇലകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനതുകൊണ്ട് പെറുക്കിയിട്ടിട്ട് ഫ്രണ്ട് ഭാഗം മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറലാണ് ചെയ്യൽ. ഇതിനാകെ നമുക്കൊരു 10 മിനിറ്റ് വന്നിട്ടാൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അറിയാം എത്ര സമയം എടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയവും ലാഭിക്കുക, നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കലക്കിയിട്ട് ഈ ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാൻ മൈദയും റവയും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കലിട്ടാ. അപ്പോൾ ഒരു കപ്പിന് 1/4 കപ്പ് റവ എടുത്താൽ മതി. പിന്നെ അതാ നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബാറ്ററിക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ മാവിൽ. നമ്മൾ ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ എണ്ണ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഓയിൽ പരട്ടി കൊടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല മുരിങ്ങിയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതല്ല എണ്ണ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. ദോശത്തവ നല്ല ഒട്ടാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടണ അതുണ്ടെങ്കിൽ അതിൽ ഓയിൽ ഒഴിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ കിട്ടലുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഓയിലൊക്കെ നമ്മൾ പുരട്ടിയിട്ട് നല്ല മുരിച്ചിട്ട് ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടത്. അപ്പോൾ നമുക്ക് നേരം വൈകിട്ട് എണീക്കുന്ന ദിവസം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യല്. 2 ഐറ്റം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്, പിന്നെ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ 2 സൈഡും ഇതിൽ പോലെ എണ്ണ കുറച്ച് ആക്കിയാൽ മതി. എന്നിട്ട് മറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓവറായിട്ട് വെജിറ്റബിൾസിന് വേവൊന്നും ഉണ്ടാവില്ല. നല്ല പെട്ടെന്ന് കുക്കാവണ വെജിറ്റബിൾസ് അല്ലേ ഇതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ കറിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിനും നമുക്ക് ലാഭമാണ്, പിന്നെ സമയം ലാഭമാണ്, നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് ഇത് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉള്ള കാര്യം കൊണ്ട് കുറേ നമുക്കിത് ആവശ്യമില്ല. 1 2 എണ്ണമൊക്കെ തന്നെ കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് നല്ല ഫില്ലാവും. ഒരെണ്ണം ചുട്ടിട്ട് ഞാൻ പിന്നെ അത് അടുത്തതാകുമ്പോഴത്തേന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഞാൻ കഴിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് കഴിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോന്നേ ചുട്ടെടുക്കണുള്ളൂ, ഓരോന്നേ കഴിക്കുള്ളൂ എല്ലാവരും. അപ്പോൾ വേഗം പരിപാടി ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ നമ്മൾ നേരം വൈകി നീക്കുന്ന ദിവസമോ അല്ലെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് പോകുന്ന ദിവസമോ അങ്ങനെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേറെ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ ജോലികളൊക്കെ ഒതുക്കാൻ നമ്മൾക്ക് പഠിക്കണം. അപ്പോൾ ഏതാണ് ഉണ്ടാക്കിയാലാണ് എന്നും നമ്മൾ കറിയും ദോശയും അല്ലെങ്കിൽ നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം സമയം വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നേരം വൈകിയ സമയത്ത് പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതാ നമ്മൾ അടുത്ത് കാണിക്കുന്നത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വലിയ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് കുറച്ച് ഒരു 5-8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് മിക്സിൻ്റെ ഇതിലിട്ടിട്ട് പൊടിക്കരുത്, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡല്ലേ, കാരണം പെട്ടെന്ന് പൊടിഞ്ഞിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റും, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റും, ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും. അപ്പോൾ കറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ വലിയ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ബ്രെഡ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഒരു വലിയ ഉള്ളി തന്നെയാണ് നല്ലത് എല്ലാത്തിലും കൂട്ടാ, വലുതാണെങ്കിൽ. പിന്നെ അതാ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി വേവണ ഉള്ളി ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്ന ഒരു ടൈപ്പ് മാത്രം മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഞാൻ ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഉള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. 5 മിനിറ്റും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്, ഈ ഉള്ളിയും മുട്ടയും ഒക്കെ കൂടിയിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റായിട്ട്, അത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ മുന്നേ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും കൂടി മിക്സ് ആവുന്ന വരെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. ഇത്രേ പരിപാടിയുള്ളൂ ഈ മുട്ടയും ബ്രെഡും കൂടി ഉണ്ടാക്കണേ ഇതിനിട്ടാ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിലായാലും എപ്പോഴായാലും നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഈവനിങ്ങിൽ കഴിക്കാനോ അല്ലെ കുട്ടികൾക്ക് കൊടുത്തയക്കാനും പറ്റും കേട്ടോ, സ്കൂൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് പല രീതിയിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ കറിയില്ലാത്ത രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും നമുക്ക് അതൊക്കെ നോക്കാം. ഇനി ഞാനിതാ നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പാത്രം കഴുകുമ്പോൾ നമ്മൾ അപ്പോൾ ഉള്ള പാത്രങ്ങളാണ് കഴുകിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം മറ്റുള്ള പണികൾക്ക് നിൽക്കാനിട്ട്. അപ്പോഴാണ് നമുക്ക് പാത്രം കഴുകാനുള്ള മടിയുള്ളവരുണ്ടെങ്കിൽ അതാണ് ചെയ്യുന്നത്. നമ്മൾ ആയ പാത്രങ്ങളാണ്ട് അപ്പം തന്നെ കഴുകി വെക്കുക. കുറേ പാത്രങ്ങൾ നമ്മളിങ്ങനെ അവിടെയും ഇവിടെയും പരത്തിയിട്ടിട്ട് കിച്ചണിൽ നിന്നിട്ടൊന്ന് പണിയെടുത്ത് നോക്കി
നമ്മൾ പണി കഴിയാത്ത പോലെ തോന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളാണ്, കൂടുതൽ പാത്രങ്ങളൊന്നും പരന്നിട്ടില്ല. അപ്പോൾ ആയ പാത്രങ്ങളും ആ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്നുകൊണ്ട് കഴുകി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ ചോറും കറികളും ഉപ്പേരികളും മീൻ വറുത്തത് അങ്ങനെ ഒരുപാട് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാനൊന്നും നിൽക്കണില്ല. ഒറ്റ ചോറാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കിച്ചൺ നല്ല വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ പോയിട്ട് പിന്നെ അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പോയി കുളിക്കണം ഇനി ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ മടിയുള്ള ദിവസം ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പെട്ടെന്ന് പണി തീർക്കണം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യട്ടെ. അപ്പം നമുക്ക് എന്നും കുളിക്കുന്ന സമയത്ത് കുളിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കണ നേരത്തെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് സമയം കിട്ടും. ഞാനപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലത്തെ ഈ ഇതാണ്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും നമ്മളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടിട്ട് ഞാൻ ഉള്ളൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമുക്ക് വയ്യാന്ന് തോന്നുന്ന ചില ദിവസങ്ങളുണ്ടാവുമല്ലോ, അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യൽ. അതല്ല പിന്നെ മടി പിടിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ജോലി എടുക്കൽ. എന്നാൽ നമ്മുടെ വീട്ടിനുള്ളിൽ ജോലി നമ്മളൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുകയില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് കഴിഞ്ഞാൽ എന്നും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം ക്ലീൻ ആക്കണം അതേപോലെ തന്നെ തോന്നും. അപ്പോൾ കുറേ സമയം നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ പണി തീരാത്തത് കേട്ടോ. നമ്മൾ കുറേ സമയം നമ്മൾ ഈ ചോറും കറികളും ഉണ്ടാക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒരു വീട്ടമ്മൻ്റെ ഭാഗം സമയം കിച്ചണിൽ തന്നെ കാരണം ചിലർ ചിലവഴിക്കുക. അങ്ങനെ കുറേ നേരം കിച്ചണിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ കിച്ചണിലത്തെ പണി പെട്ടെന്ന് നിങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ല സമയമുള്ള ദിവസങ്ങളാണ് നമുക്ക് കുറേ കറികളും ഉപ്പേരികളൊക്കെ നമ്മൾ എന്ത് ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് സമയം വേണം, നമുക്ക് ഇഷ്ടം വേണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ കുറേ കറികളും കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കലിട്ട്. ഞാനങ്ങനെ ചെയ്യൽ. അതല്ല ഇങ്ങനെ എനിക്ക് നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മടി തോന്നും എന്ത് കുക്ക് ചെയ്യാനായാലും ക്ലീൻ ചെയ്യാനും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ വീടും ക്ലീനായി കിടക്കും, നമ്മൾ ഫുഡ് ഉണ്ടാക്കലും കഴിയൂട്ടോ. അങ്ങനെയാണ് എൻ്റെ പരിപാടികളൊക്കെ. പിന്നെ അതാ ഉള്ളൊന്ന് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ മുകളൊക്കെ ക്ലീൻ ചെയ്ത് സിറ്റ് ഔട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹാളും പിന്നെ നമ്മളെ റൂമുകളും ഒക്കെ ഉള്ളൂ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്നും അടിച്ചു വാരി എടുക്കലാണ് ഞാൻ ചെയ്യൽ. അന്നത്തെ ദിവസം തുടക്കില്ല. അതെല്ലാം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ദിവസം ഞാൻ നല്ല ക്ലീനിങ് ആയിരിക്കും, മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനൊക്കെ നോക്കൂട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ നല്ല വൃത്തി പോലെ എപ്പോഴും വീട് നമ്മൾ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ നമുക്ക് ഇനി ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിലും വീടിനൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യൽ. നിങ്ങൾ പലരും പല രീതിയിലായിരിക്കും നമ്മുടെ പരിപാടികൾ. ചിലപ്പോൾ ഇതിനേക്കാളും സിമ്പിളായിട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ പോലെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മളെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി തുടച്ചിടുക. പിന്നെ എവിടെയൊക്കെ ബേസിനൊക്കെ ഒന്ന് കഴുകിയിടുക. പിന്നെ നല്ല എവിടെയൊക്കെ ഒന്ന് തുടക്കാനുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ഒന്ന് നല്ല വൃത്തി പോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലം തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വീട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോറുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കൽ. ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ കിഴങ്ങിന് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ടൊരു ചോറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇന്ന് കിഴങ്ങ് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ഏലക്കായ പട്ട ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 വലിയ ഉള്ളി സ്ലൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചോറുണ്ടാക്കാൻ നമുക്ക് റേഷൻ അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടില്ല നമുക്ക് വേവ് കുറഞ്ഞ അരി, അത് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കലുണ്ട്. പിന്നെ അതാ നമ്മൾ ആ ഉള്ളി വാടിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വാഴ്ന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഇങ്ങനെ നമ്മൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കില്ല അതുപോലെയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക്. പിന്നെ ഗരം മസാല
മസാലേൻ്റെ പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് എത്രയാണ് നമ്മൾ ഉള്ളിലുള്ള വെച്ചാൽ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമുറി ലെമണാണ് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനാ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി മാതിരി. അപ്പോൾ അത് ഏത് അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, ഒക്കെ ഇഷ്ടമുള്ളെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1.5 വരെ പറ്റും. എന്നിട്ട് നമ്മളിത് അരി വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി ഇതാക്കി വെച്ചതാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരിട്ട. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉള്ളി വാട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം അവിടെ തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കാം, കുതിർത്ത് വെക്കാം. പിന്നെ അത് ഞാൻ അരി ഇട്ടിട്ട് കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കൂട്ടാനൊന്നും വേറൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു തൈരും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല കുശാലായിട്ട് തന്നെ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കലിട്ടെ ഞാൻ നേരം വൈകിയ സമയത്ത്. അപ്പോൾ കുറേ കറികളൊന്നും ഉണ്ടാക്കില്ല, പാത്രം പരത്താതെ ഒരു കുക്കറിൽ തന്നെ എല്ലാ പരിപാടിയും ഉണ്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മൾ ആവി കുറച്ച് പോയതിന് ശേഷം നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ ചോറ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ കേട്ടോ. കുറച്ച് കൂടുതൽ മസാല ഇട്ട് കൊടുക്കുക, ഉള്ളിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂട്ടാനുകൾ വേറെ ആവശ്യമില്ല, ചിക്കനോ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഇതുപോലെ പപ്പട അല്ലെങ്കിൽ തൈര അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പിന്നെ ചോറ് ഞാൻ വിളമ്പി കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. രാവിലെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കുറച്ച് മുട്ട ഉണ്ടായിരുന്നിട്ടാണ് പുഴുങ്ങിയത്, അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ലഞ്ചായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ നേരം ഈ സമയത്ത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. പിന്നെ ഞങ്ങളിത് വൈകുന്നേരം ഇനി ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഞാൻ ആങ്ങളുടെയും കുട്ടികളൊക്കെ കാത്തിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ ഇങ്ങനെ റംബുട്ടാനും കാര്യമൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കട്ടെ. വീട്ടിൽ റംബുട്ടാൻ ഉണ്ടായാൽ ഈ ഒരു കളറ് ആവാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യലേ ഇല്ല, അവരതിനെ മുന്നേ പൊട്ടിച്ചിട്ട് കഴിക്കലട്ടാ. അപ്പോൾ ഇത്രയും കളറ് വരാനും നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ നല്ല പഴുത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ച് പോരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.